ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യ രാജ്. ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലോ? നിങ്ങൾ എൻ്റെ കൂടെ വരൂ, എല്ലാം ഞാൻ കാണിച്ചു തരാം. ആദ്യമേ കുറച്ച് പച്ചക്കറി ചെറുതായിട്ടുള്ള രീതിയിൽ അടർത്തിയെടുക്കാം. നല്ല ഇനം കത്തിരിയാണ്, പക്ഷെ അതിലിതാ രണ്ടെണ്ണം കുട്ടപ്പനായി ഇങ്ങനെ കാച്ചിക്കുകയാണ്. ഇത് കണ്ടോ, നല്ല വലുതായി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ അടർത്തിയെടുക്കാം. കായ്ഫലം ഇതിന് കുറവാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ മഴ തൂറ്റിയത് കാരണം ഇതിലൊക്കെ ഒത്തിരി പുഴുക്കളും പ്രാണികളും ഈ ചോനം വന്ന് മുട്ടയിട്ട് അതും ഒക്കെ ആയിട്ട് നമ്മൾ നമുക്ക് ഈ ഒരു 4-5 ദിവസങ്ങൾ കൂടുമ്പോൾ തന്നെ ഇതിനുള്ള സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇല്ലെങ്കിൽ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇല്ലാതായി പോകും. അത്രയ്ക്ക് ഭയങ്കര പ്രാണി ശല്യമാണ് ഈ മഴ തൂറ്റുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളത് കാരണം നമുക്ക് ഈ കത്തിരിക്ക ആദ്യം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് കണ്ടോ, ഈ പാവൽ മൂടി ഞാൻ പറിച്ച് കളയാനിരുന്നതാണ്. ഏകദേശം കാച്ചങ്ങ് തീർന്ന് ഞാൻ അങ്ങനെ പിഴുത് കളയാതിരുന്നപ്പോൾ കാണാം ഇതാ കുഞ്ഞു കായകൾ വീണ്ടും വരാൻ തുടങ്ങി. ഇതാണ്ട് ഇവിടെ അങ്ങനെ കുഞ്ഞു കാ വരാൻ തുടങ്ങി. ഒരെണ്ണം ഇവിടെ വലുതായി കിടക്കും. ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രണ്ടും കൂടെ വലുതായതിന് ശേഷം ഇതിനെ പിഴുത് കളഞ്ഞിട്ട് ഇവിടെ വേറെ എന്തെങ്കിലും നടണം. ഇവിടെ കുഞ്ഞു കായകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത് കാരണം പിഴുത് കളയാൻ തോന്നൂല. അവിടെയൊക്കെ കണ്ട ഇവിടെ എല്ലാം വേണ്ട കുഞ്ഞു കായകൾ കണ്ടോ, ഇതാ കുഞ്ഞു കായകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും വീണ്ടും. അത് കാരണം കുറച്ച് ദിവസം കൂടെ നിർത്താമെന്ന് വിചാരിച്ചു. ഇതിനെ ആദ്യം കെട്ടിയിടുക. ഇതിനെ കെട്ടിയിടുന്നത് കാരണമാണ് കുറച്ചെങ്കിലും കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. പ്രാണികൾ വന്ന് ഇരുന്ന് മുട്ടയിടുമ്പോൾ അത് പുഴുവായി മാറി പുഴുശല്യം. ഒരു കെമിക്കലും ഇല്ലാത്ത നല്ല മുഴുത്ത. ഇനി അപ്പുറത്തെ ചെടിയിലാണ് നിൽക്കുന്നത്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇലയൊക്കെ പഴുത്ത് തുടങ്ങി, കാച്ചു തീർന്നു ഏകദേശം. അപ്പം ഇതും ഞാനങ്ങനെ പിഴുത് കളയാമെന്ന് വിചാരിച്ചപ്പോൾ കാണാം ഇതിനും പുതിയ കായ്കൾ വരാൻ തുടങ്ങിയതാ. രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇതിലൊരു കാ, പിന്നെ ഞാൻ ഇതിൽ കെട്ടിയിട്ടു. ഇതിലൊരു ചെറിയ കാ, അതിനെയും ഞാൻ ഇതിലോട്ട് ആക്കിയിട്ട് കണ്ടോ, വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കായകൾ. കണ്ടോ, ഇതിനെ ഞാൻ കവറിട്ടു, അങ്ങിട്ടു, അവിടെ ഇട്ടു. അതുപോലെ ഇവിടെ ഒരെണ്ണം, ഇവിടെയും. ഇതൊക്കെ ഞാൻ പിന്നെ മൂടി ഇടാൻ തന്നെ മറന്നുപോയി. കണ്ടോ, ഇതെങ്ങനെയൊക്കെ ഇവിടെ വീണ്ടും ചെറിയ കായകൾ വരാൻ തുടങ്ങി. അത് കാരണം പിന്നെ എന്തായാലും നിൽക്കിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ കാച്ചതിന് ശേഷം പറിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്യും. ഇതും നല്ല മുഴുത്തത്. എന്താ, ഇനി അങ്ങോട്ട് പോകാം. നമുക്ക് അവിടെ ഒരു ചെറിയ വിശേഷം കാണിച്ചു തരാം. ഇത് വയലറ്റ് കളറ് വഴുതനമാണ്. കണ്ട, ഇതിലും 2-3 ആദ്യം ഇത് 4 നിൽക്കുന്നു. ഇത് 2-3 ഞാൻ വേറെ ഇതിന് മുമ്പ് അടർത്തി എടുത്തായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2 അടർത്തി എടുക്കാം. 2 വഴുതന. ഇനി അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഇതൊരു പച്ച വഴുതലമാണ്. ഇതൊക്കെ ഞാൻ എത്ര പ്രാവശ്യം മരുന്നടിച്ചു, എന്നിട്ടും അത് രക്ഷപ്പെട്ടില്ല. ഇത് രണ്ടും പട്ടുപോയി. കണ്ടോ, പുതിയ ചെറുതും വന്നു വലുതും വന്നു. ഇതിൽ നിന്ന് ഒരെണ്ണം അടർത്തി. ഇത് കണ്ടോ, ഇത് വേറെ മൂട് പാവലാണ്. ഇതും പട്ട് ഏകദേശമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെയും പിഴുത് കളയാമെന്ന് വിചാരിച്ചപ്പോൾ ഇതിലും 2-3 ചെറിയ കായുണ്ട്. അപ്പോൾ പിന്നെ ഇതും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലും ഒരു കായ് കിടക്കി. അപ്പോൾ ഇതിനെ കൂടെ അടർത്തിയെടുക്കും. ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ. വെള്ളത്തിലിട്ട നനയാത്ത സാധനം എന്തെന്നറിയോ? വേറൊന്ന് ചോദിക്കട്ടെ. പൊളിച്ചു കഴിഞ്ഞാൽ പേര് മാറുന്ന ഒരു സാധനം. അത് മുഴുവനെ ഇരിക്കുമ്പോൾ ഒരു പേര്,
അത് പൊളിച്ച് കഴിയുമ്പോൾ വേറൊരു പേര് എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ തക്കാളിയൊക്കെ ഏകദേശം കാച്ചു തീർന്നു. ഇപ്പം കുഞ്ഞു കുഞ്ഞു കായായി തുടങ്ങി, ചെറുതായി തുടങ്ങി. ഇതിലും കുറച്ച് നിൽക്കാൻ അടർത്തി എടുക്കട്ടെ. അവിടെ നിന്നിട്ട് കാണിച്ചിട്ട് ഇത് കണ്ടോ. അപ്പം ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. ചെറിയ ഒരു രീതിയിൽ ഒരു വിളവെടുപ്പ്. കുറച്ച് തക്കാളിയും 3-4 പാവയ്ക്ക്, കത്തിരിക്ക്, പഴുതലങ്ങി. നമുക്കൊരു സാധനം നടാവും. കുറച്ച് പച്ചക്കറി തൈകൾ എനിക്ക് കിട്ടി കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്ന് ഒരാഴ്ച ഞാനിപ്പോൾ ഇവിടെ നടാൻ പോവുകയാണ്. എങ്ങനെയാണ് തറയിൽ നടുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം. ഗ്രോ ബാഗിലാകുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ നടും. തറയിൽ നടുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നടണം, എങ്കിലേ അത് പിടിച്ചു കിട്ടുള്ളൂ. നമുക്ക് അതൊന്ന് ചെയ്താലും ചെയ്യാം. ഇത് കണ്ട, ഇതാണ് ചീനി അമരയ്ക്ക, അമരപ്പയറെന്ന് പറയും. ഇതിൽ മുഴുവനേ ഉണ്ടായിരുന്നതിൽ ഞാൻ ബാക്കിയൊക്കെ ഇന്നലെ എടുത്ത് അടർത്തി നട്ടതാണ്. ഇവിടെ കണ്ട, ഇവിടെ ഇങ്ങനെ ഇന്നലെ തന്നെ കുറേ അങ്ങ് നട്ടു, പൊതയും ഇട്ട് വെള്ളം തളിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇതിന് ഇന്ന് നടുന്നത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഇത് ഏകദേശം കാച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതിനെ എന്തായാലും ഇതിൽ പൂവൊക്കെ വരുന്നുണ്ട്, വീണ്ടും പൂക്കൾ താണ്ട വരുന്നുണ്ട്. എന്നാൽ ഇതിവിടെ നിന്ന് മാറ്റിയിട്ട് ഇനി വേറെ ഇവിടെ നടാം. എന്താ, ഞാൻ രാവിലെ ഇവിടെ കുഴിച്ചിട്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ആദ്യം നല്ല കുഴി കേട്ടോ. വലിയ കല്ലുകളാണ് ഇതിൻ്റെ അടിയിലോട്ട്. ആഴത്തിൽ നമ്മൾ കുഴിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കരിയില ഇട്ട് കൊടുക്കണം. കരിയിലയോ പുല്ലോ എന്തെങ്കിലുമൊക്കെ നിറയെ നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ലെയർ മണ്ണ് ഇതുപോലെ ഇടണം. അതിനുശേഷം നമ്മൾ കുറച്ച് കുമ്മായം, മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറി മണ്ണ് നല്ല ശുദ്ധിയാവാൻ വേണ്ടി വേണമെങ്കിൽ നേരത്തെ വേണമെങ്കിൽ നമുക്ക് തലേദിവസം മണ്ണിൽ ഇതുപോലെ കുമ്മായം വെതറി ഇടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇട്ടാലും കുഴപ്പമില്ല. വീണ്ടും കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് കുറച്ച് കോഴിക്കാരോ ചാണകപ്പൊടിയും കൂടെ ചേർന്നത് ഇട്ട് കൊടുക്കാം. കോഴിക്കാരം കുറവാണ്, ചാണകപ്പൊടി കൂടുതലാണ്. കോഴിക്കാരം ലേശം ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും കുറച്ച് മണ്ണൂടെ ഇതിൻ്റെ പുറത്തോട്ടിടാം. നമ്മൾ വെട്ടിയ മണ്ണോ അല്ലെങ്കിൽ വേറെ നല്ല മണ്ണാണെങ്കിൽ വേറെ മണ്ണ് മാറ്റി ഇട്ട് കൊടുക്കുകയും ചെയ്യണം. ഇതിപ്പോൾ നല്ല മണ്ണാണ് കണ്ടോ, മണലും കൂടെ അടങ്ങിയ മണ്ണാണ്. അതുകൊണ്ട് വേറെ അല്ല, ഇത് തന്നെ ഞാനിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നടുമ്പോൾ എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് ഫലം കിട്ടുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ ഇതിനെ ഇളക്കി 2 തൈ വീതം ഇളക്കി നടണം. 1, 2. ഓരോ കുഴിയിലും അടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തതാണ് കണ്ടോ.
ഇങ്ങനെ 2 എണ്ണം ഇതാ നട്ട് കൊടുക്കണം. നട്ട് പുതയിട്ടതിന് ശേഷം വെള്ളം തളിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പ്, ചെറിയ കമ്പ്, ഓരോ കമ്പ് വെച്ച് ഓരോ തൈയും പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ നാടാതെ അവിടെ നിന്ന് പൊടിക്കും. എല്ലാ തൈയും നട്ടു. ഇനി കുറച്ച് പുത ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുതയിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോകും. എന്ന് വെച്ചാൽ നമ്മൾ ഈ വെയിലത്തെടുത്ത് നടന്നതുകൊണ്ട് പുതയിട്ട് കൊടുക്കണം. നാളെയോ മറ്റന്നാളോ നമുക്കിതിലേക്ക് ഓരോ കമ്പ് ഊന്നി പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കണം. ഇതുപോലെ നട്ടാൽ നമുക്ക് കൈ നിറയെ പറിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ നട്ടിട്ടുണ്ട്. എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. 5-6 കിലോയാണ് ഞാൻ പറിച്ചെടുത്തുള്ളൂ. അത്രയ്ക്ക് കിട്ടും. അതുപോലെ ഇതുപോലെ നട്ട് നിങ്ങൾ ചെയ്യുക. എങ്ങനെയുണ്ട് വീഡിയോ? ഇഷ്ടമായോ? ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.